ഇത് TPMS ലൈറ്റാണ് ഈ ഡാഷ്ബോർഡിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. TPS എന്ന് വെച്ചാൽ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം. അതായത് ടയർ പ്രഷർ എവിടെയെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈൻ വരും. ഈ സൈൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടയർ പ്രഷർ ഫില്ല് ചെയ്തിട്ടും ഈ സൈൻ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ക്ലിയർ ചെയ്യാനുള്ള സ്വിച്ച് ഈ വണ്ടിയിൽ തന്നെ ചില വണ്ടികളിൽ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ സ്വിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇതേ ഒരു ഇൻഡിക്കേഷനായിട്ട് ഇതേ കണ്ട ടയർ പ്രഷറിൻ്റെ സൈനായി 3 സെക്കൻഡ്സ് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ ആ വാർണിംഗ് സൈന് അത് അവിടുന്ന് ക്ലിയർ ആയിടും. കണ്ടോ? ഈ ചില വണ്ടികളിൽ ഇത് ഗ്ലോ ബോക്സിൻ്റെ ഉള്ളിലായിരിക്കും, ചില വണ്ടികൾ സെൻട്രൽ കൺസോളിൻ്റെ ഉള്ളിലായിരിക്കും, ചിലത് ഡാഷ്ബോർഡിൻ്റെ സൈഡിലായിരിക്കും. അങ്ങനെ പല വണ്ടികളിൽ പല സൈസിലാണ് പല സ്ഥലത്താണ് ഇത് വരാറുള്ളത്. പിന്നെ ചില വണ്ടികളിൽ ഇത് പ്രൊവൈഡ് ചെയ്യാറില്ല. അത് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റത്തിൻ്റെ ഈ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ടയർ പ്രഷർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിസ്പ്ലേ ചെയ്യാറാവും. ഇല്ലെങ്കിൽ ചില വണ്ടികളിൽ അതിൽ ഓട്ടോമാറ്റിക് കാണിക്കും ഡ്രൈവ് ടു ഡിസ്പ്ലേ. കുറച്ച് കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര ടയർ പ്രഷർ എത്രയെന്ന് കാണിക്കും. ഇനി ഇതൊന്നും ഇല്ലാത്ത വണ്ടികളിൽ നമ്മൾ അതിൻ്റെ ടൂൾ യൂസ് ചെയ്തിട്ട് തന്നെ റിമൂവ് ചെയ്തിട്ടും ഇത് കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടയർ പ്രഷർ സെൻസറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ അതേപോലെ സ്പെയർ വീൽ ഇട്ടിരിക്കുന്നതാണെങ്കിൽ സ്പെയർ വീലിൽ സെൻസർ ഉണ്ടാകത്തില്ല, അപ്പോഴും ഈ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. എന്നിട്ടും ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കോൺടാക്ട് ചെയ്യണം. ഇതുപോലുള്ള സിമ്പിൾ ടിപ്സ് ആൻഡ് ട്രിക്സിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.